ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തു നിന്നും UAE-യിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് മൂലം യാത്രക്കാർ വലഞ്ഞു. ഇതോടെ സമയത്ത് തിരിച്ചെത്താൻ കഴിയാത്തത് ജോലി വരെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാകുമെന്നുള്ള പ്രതികരണമാണ് പലരും നടത്തിയത്. ഒരു ഫ്ലൈറ്റിൽ 300 പേര്, 5 ഫ്ലൈറ്റ് ആണെങ്കിൽ 1500 പേര് ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ പോയി 4 മണിക്കൂറിന് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ജോലിയുടെ പ്രശ്നമാണ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ടത്. നാളെ എനിക്ക് പോകാനൊക്കെ ഞാൻ മാറ്റി തന്നിട്ടുണ്ട്. ഇപ്പം പറയുന്നുണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന്. പിന്നെ റീഫണ്ട് പറയണത് മിനിമം 7 ദിവസം അവർക്ക് വേണമെന്നാണ് പറയണത്. എല്ലാവർക്കും വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ കറക്റ്റ് കൺഫേം അല്ല. ഞാൻ തമിഴ്നാട്ടിൽ നിന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കാശ് ഇല്ല. ഞാൻ ഇപ്പം എപ്പി പോകും? എയർ ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ഒരു സമരം രൂപപ്പെടുന്നു. അവിടെ ക്യാബിൻ ക്രൂ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ വളരെ പെട്ടെന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ള പേരിൽ സമരം രൂപപ്പെടുന്നു. അത് സ്വാഭാവികമാണ്. പല മേഖലയിലും സമരങ്ങൾ, ജീവനക്കാരുടെ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ, അതേപോലെ ഈ പൊതുജനങ്ങളുമായി ഏറെ സംവദിക്കുന്ന ഒരു സ്ഥാപനങ്ങളാകുമ്പോൾ, അവരെ ഏറെ ബാധിക്കുന്ന ഒരു സ്ഥാപനങ്ങളാകുമ്പോൾ ആ സ്ഥാപനം അറിയിപ്പ് നൽകണം. ഇവിടെ സമരമുണ്ട്, ആളുകൾക്ക്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. പക്ഷെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കിപ്പോൾ നാളെ അബുദാബി പോകണ്ടേ, എനിക്ക് നാളെ അവിടെ ജോയിൻ ചെയ്യണ്ടേ. എൻ്റെ ജീവിതം പോയില്ലയോ? ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ച് പോയതാ, എൻ്റെ കുടുംബം വരെ പണയം വെച്ച് പോയതാ. അപ്പോൾ അബുദാബി ജാനേ കേ ലിയേ അബി ക്യാ കരേഗാ? திருநெல்வேலியிலேருந்து வரோம் சார். அனௌன்ஸ்மெண்ட் கொடுக்கணும்ல ப்ராப்பராக. 6 hours ட்ராவல் பண்ணி 6 hours வந்திருக்கோம். பசங்களை கூட்டிக்கிட்டு பசங்களுக்கு சாப்பாடு அரேஞ்ச்மெண்ட் எல்லாம் பார்த்துட்டு கிளம்புறதுக்கு எங்களுக்கு 1 day ஃபுல்லாக ஆகுது. இவங்க வந்து ப்ராப்பராக இன்ஃபர்மேஷன் கொடுக்க மாட்டாங்க. இதே நாங்கள் ஒரு டிக்கெட் நாங்கள் கேன்சல் பண்ணுறோம் வைங்க, 24 hours முன்னாடி நாங்கள் கேன்சல் பண்ணலன்னா அவங்க எங்களோட ஃபண்டை ரீஃபண்ட் பண்ணுவாங்களா? பண்ண மாட்டாங்க. அப்போ அவங்க அதே மிஸ்டேக் பண்ணுறாங்கல்ல, அப்போ அவங்க என்ன பண்ணணும்? ப்ராப்பராக எங்களுக்கு இன்ஃபர்மேஷன் கொடுத்துருக்கணும். நாங்கள் எங்களுக்கு அலைச்சல் ഇപ്പൊ തന്നേക്കെന്ന് പറഞ്ഞാൽ അവര് റീഫണ്ട് എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട്. പക്ഷെ അവന്റെ ആ തന്ന ആളുടെ ഐഡി ഒന്ന് ഫോട്ടോ എടുക്കട്ടെന്ന് വെച്ചാൽ അവര് സമ്മതിക്കത്തില്ല. ആരൊക്കെയാണെങ്കിലും ഒരു ഉളുപ്പ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരുത്തിനും ഇതിനെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ചെയ്യാനോ ഇപ്പന്മാർക്ക് ആരൊക്കെ ഉളുപ്പില്ലായിരുന്നല്ലോ. ആരും വരുന്നോ ഇല്ല. ഈ കിടന്ന് ഇത്ര നോക്കിയാൽ ഇത്ര പാവപ്പെട്ടവന്മാരെല്ലാവരും ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ പോകാനായിട്ട് നിൽക്കുന്നത്. ഒരുത്തന്മാരെ ജോലി പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഇതാരുണ്ട്? അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം MK വിനോദ്, ജനം, തിരുവനന്തപുരം.